പെണ്ണിനെ കെട്ടിക്കാറായി, എന്നിട്ടും കുട്ടികളി മാറിയിട്ടില്ല. കളിച്ചു നടക്കാതെ സ്കൂളിൽ പോവാൻ നോക്ക്. ഓ, എനിക്കൊരു പെണ്ണിനെ തന്നെയാണോ കിട്ടിയത് ദൈവമേ. പ്രിയ 98% നല്ല മാർക്കാണ്. ആസ് യൂഷ്വൽ ഫുൾ മാർക്സ്. ജാക്കി പാസ്. ബാബു ഇന്നും തോറ്റു. മോനൊന്ന് എഴുന്നേറ്റ്. ബാബുനെ നീ തോൽപ്പിച്ചു ഒരു മാർക്കിന്. അയ്യോ, നിനക്ക് എന്തിനാ സ്കൂളിൽ വരണേ? നീയൊക്കെ ഫുട്ബോൾ കളിച്ച് നടന്നോ? ക്ലാസ്സിൽ നീ കയറണ്ട, നീ പോയിക്കോ. അല്ലെങ്കിൽ വേണ്ട, നീ അല്ലെന്റെ അടുത്ത് പോയിരിക്കും. എന്താണ് ഇവനും ഞാൻ പുറത്തോട്ട് പോകട്ടോ. ബ്രോയിൽ നിന്ന് എന്തൽപ്പാണിക്കാണ് പുറത്തോട്ട് പോകുന്നത്? അലമ്പോ ഞാനോ? അമ്മ നല്ല പയ്യപ്പാ. നീ നല്ല പയ്യൻ. യെസ്, കോക്കനട്ട് കിൽ. എന്താണ് തേങ്ങ കൊലാന്ന് ബ്രോ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, അപ്പുറത്ത് വെച്ച കാശ് നീ കണ്ടാന്ന് അവര് പറയുന്നു. അലവരൊക്കെ തിരിക്കുന്നത് പച്ച ഷർട്ട്, പോക്കറ്റിനകത്ത് 100 രൂപ. ഞാൻ കണ്ടു. ഒരു ഒറ്റ ചായ മാത്രമാക്കണ്ട, ഒരു ബോണ്ടിയും കെട്ടിക്കും. ജോസേട്ടാ, ഒരു ചായ പോകണ്ടേ? എടാ, ഞങ്ങൾ ഓർഡറാ. ചേട്ടാ, ഒരു പാലും പഴം. ജോസേട്ടോ, ഒരു ബൂസ്റ്റ് വിളിക്കി, ഒരു രതീഷ് കൂടെ ആയിക്കോട്ടെ. കേട്ടടാ, കേട്ട് നിന്നൊക്കെ പൈസ കൊടുക്കും. അത് സാരല്ല മച്ചാനെ, നിന്റെ ഡാഡി ഭയങ്കര റിച്ച് അല്ലേ? എലേന് എടി ഒന്ന്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ?
എനിക്ക് നിന്നെ കാണാൻ നാളെ ഇഷ്ടമാണ്. ഐ ലവ് യു. അയ്യേ നീയോ? അയ്യേ എനിക്ക് നാളെയില്ലേ മാറി നിൽക്കടാ. കളിക്കണം. നീ ആരുടെ നിന്റെ വിചാരം? നീ ഒരിടത്ത് പോകുന്നില്ല. കൈ തൊടാ. കൈ തൊടാ. അതോടെ നീയാണ്. നീ സൂക്ഷിച്ച നിന്നെ ഞാൻ എടുത്തോ. അലേനെ, ഐ നോ യു ലൈക്ക് മീ. നീ എന്നോട് പറ. എന്ത്? ഐ ലവ് യു. അതെ, നമുക്ക് ഈ ഇഷ്ടമുള്ള കാണുമ്പോ അടിവെച്ചിട്ട് മഞ്ഞ പേരുള്ള ഡ്രസ് കൊണ്ടാന്ന് പറയില്ലേ? എന്താ പേരുള്ള? ആ, യാർഡ്ലി കാണുമ്പോ എനിക്കത് ഇല്ല. സോറി കേട്ടോ. ആ, മനസ്സിലായി. അയ്യോ, ഇനി അപ്പം കാണാതെ വീട്ടിൽ കയറണം. ആ, ഡാർക്ക് സീനാണ് ബ്രോ. അതൊന്നും സീനില്ല. നമുക്ക് നാളെ ക്രിസ്മസ് പരിപാടി വെച്ച് കാണാം. അവിടെ നിൽക്കട. നീ ഒക്കെ പുറത്തു എന്ത് അടിയുണ്ടാക്കാനായിട്ടാണ്? അവര് പ്രകൃതിന്റെ കൈ കയറി പിടിച്ചതുണ്ടല്ലോ, കാര്യമുള്ള കാര്യത്തിലാകേണ്ടത്. എന്തെങ്കിലും ആകട്ടെ. ബാ, നമുക്ക് പള്ളി പോവാം. ഇന്ന് ഉറങ്ങാൻ നമുക്ക് പള്ളി പോവാം. നീ ആ കൊച്ചിനെ വേണ്ട. പള്ളിക്കാലത്ത് എന്ത് ശ്രദ്ധയും നീ അവിടെ കണ്ടുപിടിക്കണം. അബ്രഹാം പറഞ്ഞ കാതുണ്ടല്ലോ, ഹൃദയം കൊണ്ടോ. ഹലോ, ഹായ്. എന്റെ ഡ്രസ് കൊണ്ടോ? താങ്ക് യു. തന്റെ ഷർട്ട് തരക്കേടില്ല. താങ്ക് യു. അത് ഞാൻ പോകട്ടെ. ക്രിസ്റ്റോ, അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ അത് അടുത്തതായി മാർഗളി ടീം സ്റ്റേജിലോട്ട് വരുന്നു. വലിയൊരു കൈകളെടുക്കൂ. എടി, അത് അവരെ സ്റ്റേജില് നിങ്ങൾ അവിടെ ഉണ്ടോ? അവർ കണ്ടുവരാതെ. കല്ലുകൾ കനകന്തില്ലി മനനീയതും പടി
എടാ മാറിങ്കളി വരുന്നിട്ടോ. എലിയെ ഡോണ്ട് അങ്ങനെ നീ കളിയാക്കൊന്നും ചെയ്യണ്ട. അടുത്ത വർഷം ഞാൻ പിടിച്ചോളാം. എടി ഞങ്ങളൊന്ന് ഇറങ്ങിക്കോ പെണ്ണുങ്ങൾ. ഓക്കെടാ. ഇതൊന്നും ഞാൻ നോക്കിക്കോളാം. എടാ മോളെ എടാ മോള് നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. നീ വാ. രംഗൻ ചേട്ടൻ കൂടുതലല്ലോ. രംഗൻ ചേട്ടാ അപ്പൻ ഇതറിയില്ല. അപ്പൻ അറിഞ്ഞത് വലിയ സീനാണ്. അതൊന്നും കുഴപ്പമില്ല. നീ ഇത് പാറ്. ഡാൻസ് കളിക്കും, അഭിനയിക്കും. കണ്ടിട്ട് കെട്ടിപ്പോയി അല്ലേ? ഹലോ, എടാ നീ എവിടെയാ? ഞാൻ എല്ലാവരും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്തിനാ വിളിച്ചത്? നിനക്ക് സമയത്തിന് വീട്ടിൽ വരാൻ അറിയില്ലേ? വീട്ടിലൊന്നും ചെയ്യാതെ ചുമ്മാ കറങ്ങി അടിച്ച് നടന്നോണം. അതിനെന്താന്നോ, നീ ഇങ്ങനെ വീട്ടുകാരെ വേണ്ട ഒന്നും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്നോണം. ഞാൻ ചത്തൊന്നുമില്ലല്ലോ. എന്തിനാ പിന്നെ വിളിക്കുന്നത്? ഈ തോന്നുമ്പോ ഞാൻ വരും. ഈ അമ്മയുടെ ഒരു കാര്യം ഈ സ്വയം തരില്ല. ഡാ ഇങ്ങനെയാണോ നിന്റെ അമ്മയുടെ സംസാരിക്കണ്ടേ? ഒരു മര്യാദ വേണ്ടേ? എന്റെ അമ്മയല്ലേ? അതെങ്ങനെയാ അമ്മയുടെ? ഏടാ സോറിടാ, ഞാനത് അറിയാതെ പറഞ്ഞു പോയതാ. കുഴപ്പമില്ല. എടാ മൂന്ന് നിനക്ക് വേണ്ടി ഈ ഗാനുണ്ട്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലയൊക്കെ കയറുന്നു. അതിലിപ്പം ഞാൻ എന്താ ചെയ്യുക? നീ എന്നെ ചെയ്തില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞു. നീ ഇവിടെ വന്നു. എടാ സോറി, ഞാൻ പേടിച്ചു പോയി.